നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്ക് കുറച്ചൊരു വ്യത്യസ്തതയാർന്നതാണ്. നമ്മൾ തൈറോക്സിൻ ഹോർമോൺ ശരീരത്തിൽ വേണമെങ്കിൽ അതിന് അയഡിൻ മാത്രം മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്കല്ലേ. തൈറോക്സിൻ ഫോർമേഷന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മിനറൽ അയഡിൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. തൈറോക്സിൻ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണുമാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ തൈറോയിഡ് ഡിസോർഡേഴ്സ് വളരെ അധികമാണ്. അതെന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ പല കാരണങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മുന്നിൽ കാണുന്നത് അയഡിൻ്റെ ഡെഫിഷ്യൻസി തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അയഡിൻ്റെ ഡെഫിഷ്യൻസി ആണോ? ഏത് വീട്ടിലാണ് അയഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കാത്തത്? ഈ അയഡൈസ്ഡ് സോൾട്ട് തന്നെ ഇവിടെ ഒരു വില്ലനായി തീർന്നു എന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അയഡൈസ്ഡ് സോൾട്ട് നമ്മുടെ ശരീരത്തിന് എങ്ങനെ ഒരു വില്ലനായി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യ ശരീരം, ഞാൻ എപ്പോഴും പല പ്രോഗ്രാമിലും പറയുന്നു, മനുഷ്യ ശരീരം പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രതിഭാസമാണ്. നമ്മളുടെ ശരീരത്തിലിരിക്കുന്ന 99% ഓഫ് ജീൻസും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് നാച്ചുറലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ജീൻസാണ്, നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് പ്രവർത്തിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള ഉപ്പ്, പണ്ട് നമുക്ക് കടലിൽ കടന്ന ഉപ്പാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഒരു കെമിക്കലും അതിനകത്തില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാ വീടുകളിലും അയഡിൻ ഇട്ട ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ അയഡിൻ എന്ന കെമിക്കലാണ്. അതോടൊപ്പം തന്നെ അത് ഒരു റിഫൈൻ സോൾട്ടാണ്. റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന സംസ്കരണത്തിൽ 60 കെമിക്കലും അതിനകത്തൂടെ കയറിപ്പോവും. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സും കൂടെ വരുമ്പോഴത്തേക്ക്, അതായത് കെമിക്കലായിട്ടുള്ള അയഡിനും അതിനോടൊപ്പം പ്രോസസ്സും ഒരു കെമിക്കലൈസേഷനാണ്. ഈ 2 കാര്യങ്ങളും കൂടെ വരുമ്പം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണല്ലോ എല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരു വസ്തുവാണ് എന്നുള്ള ഒരു അഭിപ്രായം അതിന് രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന രീതിയിൽ ആൻറ്റിബോഡീസ് വളരെയധികം, TG ആൻറ്റിബോഡി, TPO ആൻറ്റിബോഡി, അതുപോലെ IgE, വയറുമായി ബന്ധപ്പെട്ട IgE ആൻറ്റിബോഡി, ഇവയൊക്കെ വളരെ കൂടുതലാണ് ഇപ്പോൾ പേഷ്യൻസിന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഈ തൈറോയ്ഡ് ഗ്ലാൻഡിനകത്ത് 2-3 മുഴകൾ, അതായത് തൈറോയ്ഡ് നോഡ്യൂൾസ്. ഇപ്പോൾ ഈ തൈറോയ്ഡ് നോഡ്യൂൾസ് നേരത്തെയൊക്കെ നമ്മൾ വെറും ഒരു അൾട്രാസോണോഗ്രാഫി ചെയ്തെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. അതിനകത്ത് ടിറാഡ്സ് 1, ടിറാഡ്സ് 2, ടിറാഡ്സ് 3, ടിറാഡ്സ് 4 എന്ന രീതിയിൽ അത് അൾട്രാ മോഡേൺ ഡിവൈസസ് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ വന്നപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അസുഖങ്ങൾ ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ ടിറാഡ്സ് 4 എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുമ്പം അത് ക്യാൻസറിനോട് തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് ഇതിൽ ടെസ്റ്റിൽ കാണുന്നത്. പക്ഷേ FNAC ചെയ്യുമ്പോഴത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നുമില്ല. അതൊരു കൊളോയിഡ് ഗോയിറ്റർ അല്ലെങ്കിൽ കൊളോയിഡ് നോഡ്യൂൾ ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ബിനൈൻ നോഡ്യൂളാണ് ഈ പറഞ്ഞതെല്ലാം. 2 തരം നോഡ്യൂൾസ്, 2 തരം ട്യൂമേഴ്സാണ് എപ്പോഴും ഉള്ളത്. ഒന്ന് ബിനൈൻ, ഒന്ന് മലിഗ്നൻ്റ്. അപ്പോൾ ഈ ബിനൈൻ ട്യൂമറിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ കൊളോയിഡ് നോഡ്യൂൾസ്. മറ്റേ മലിഗ്നൻ്റ് ട്യൂമേഴ്സ് എന്ന് പറയുമ്പം അതൊരിക്കലും കൊളോയിഡ് അല്ല. അതുപോലെ സിസ്റ്റിക് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഈ നോഡ്യൂൾസിന് മിക്കവാറും. ഹാർഡ് ആയിരിക്കത്തില്ല, കട്ടി ആയിരിക്കത്തില്ല, വളരെ തൊടുമ്പോഴത്തേക്ക് വലിയ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും ഒരു സിസ്റ്റിക് അപ്പിയറൻസ്. അപ്പോൾ ഇങ്ങനെ 2-3 തരം നോഡ്യൂൾസ് ഇപ്പം ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ, ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള കാരണം നമ്മൾ നോക്കുമ്പോൾ അയഡിൻ ഡെഫിഷ്യൻസി ആണോ? അല്ല. മറ്റുള്ള കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ തൈറോക്സിൻ ഫോർമേഷൻ ആവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഹോൾസമായിട്ട് തൈറോക്സിൻ ഫോർമേഷൻ ആവശ്യമായ ചില ഭക്ഷണ സാധനങ്ങളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിലുള്ളത് പഴവർഗ്ഗങ്ങൾ, അതിനകത്ത് വളരെയധികം ന്യൂട്രിയൻസ് തൈറോക്സിൻ ഫോർമേഷൻ ആവശ്യമായതുണ്ട്. തൈറോക്സിൻ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മളുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും TSH ഉൽപ്പാദിപ്പിക്കും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് TSHൻ്റെ ഉപജ്ഞാതാവ്. അത് കഴിഞ്ഞിട്ട് ഈ TSH എന്ത് ചെയ്യും? ഇവിടെ ഹൈപ്പോതലാമസിൽ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിമുലേഷൻ കൊടുത്ത്, അല്ലെങ്കിൽ ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്ത് TSH നേരെ T4നെ ഉൽപ്പാദിപ്പിക്കും. ഈ T4 വന്നിട്ട് നേരെ അത് കൺവേർട്ട് ചെയ്യുന്ന എവിടെയാണ്? ലിവറിൽ പോയിട്ട് T4 T3 ആയി മാറും. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയൊരു കോംപ്ലക്സ് പ്രോസസ്സിൽ വളരെയധികം പോഷകങ്ങളുടെ ആവശ്യമുണ്ട്.
ആ പോഷകങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് എളുപ്പം. അതായത് തൈറോക്സിൻ്റെ ഫോർമേഷന് ടോട്ടാലിറ്റി ആയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട കുറേ ഫ്രൂട്ട്സിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, നിങ്ങൾ ഇപ്പം പറയും മാഡം ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റുമോ? ശരിയാണ്, അങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുന്നിലുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിൽ കൂടിയും നമുക്ക് ഞാനിത് പരിചയപ്പെടുത്താതിരിക്കും. കാരണം അങ്ങനെ ഒരു ഡിവിഷൻ ഉള്ളത്, നമുക്ക് പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതുള്ളൂ. അതല്ലെങ്കിൽ ശരിക്ക് നമ്മളുടെ സാധാരണയുള്ള നാടൻ ആഹാരങ്ങൾ ഇതിനോടൊപ്പം കഴിക്കാം. ഇലക്കറികളും ഒക്കെ തന്നെ കഴിക്കാവുന്നതാണ്, പ്രശ്നമുള്ളതല്ല. നെല്ലിക്ക കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നാച്ചുറലായിട്ട് വളരെ വില കുറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുന്നതിന് അത് ദിവസവും കഴിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള സീ സോൾട്ട്, അതായത് സാധാരണ കടലുപ്പ്, മറ്റേ അയഡിനിടാത്ത ഉപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല മഞ്ഞൾപ്പൊടി, മഞ്ഞളിൻ്റെ അകത്ത് വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് കൊണ്ട് ഒത്തിരി തൈറോക്സിനെ സഹായിക്കുന്നതാണ്. നല്ല വെളിച്ചെണ്ണ, നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ, അതൊക്കെ എല്ലാവർക്കും സാധാരണ ഉള്ളവർക്ക്, സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന, ഇതൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഒരു പരിധി വരെ. അതുപോലെ ഈ കരിഞ്ജീരകത്തിൻ്റെ ചായ, ഇവയൊക്കെ തന്നെയും ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസിന് ഏറെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ഞാൻ തന്നെ ഒരു 3-4 വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോഡ്യൂൾസിൻ്റെ അതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 4-5 ഫ്രൂട്ട്സും ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു. അതിൽ നമ്പർ 1 ആയിട്ടുള്ളതാണ് ബെറീസ്. എനിക്കറിയാം ഇതിന് നല്ല വിലയുള്ളതാണ്, ഇത് കിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. ഞാൻ ഇത്ര കടകളിൽ പോയിട്ടാണെന്നറിയാം ഈ ബെറീസ് കിട്ടിയത്. ബെറീസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലോജിക് ആസിഡ്, പോളിഫിനോൾസ്, ആൻറ്റി ഓക്സിഡൻസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇത് ഏറ്റവും ഇപ്പോൾ തൈറോക്സിൻ ഫോർമേഷൻ ഏറെ സഹായിക്കുന്ന വളരെയധികം റെയർ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ മുകളിൽ എന്തെന്നറിയാമോ, ഇത് ഡയബറ്റിക് പേഷ്യൻസിന് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. കാരണം ഇത് കാലറി വളരെ കുറവാണ്, പക്ഷേ ന്യൂട്രീഷനും ഫൈബറും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ബെറീസ് തന്നെ പലതരമുണ്ട്. ബ്ലൂബെറിയാണിത്. ബ്ലൂബെറി, റാസ്ബെറി, സ്ട്രോബെറി അതുപോലെ തന്നെ അയഡിൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. സ്ട്രോബെറി എനിക്ക് കിട്ടിയില്ല. സ്ട്രോബെറി നമുക്കിതിനോടൊപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്, ഏറ്റവും നല്ലതാണ്. ഈ തൈറോക്സിൻ ഫോർമേഷന് വളരെ സഹായിക്കുന്ന അയഡിൻ കൂടുതലായിട്ട് സ്ട്രോബെറിയിലുണ്ട്. ബെറീസിലും അതുപോലെ തന്നെയാണ്. വൈറ്റമിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് വൈറ്റമിൻ സി, അതുപോലെ വൈറ്റമിൻ കെ വളരെ കൂടുതലുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ മിനറൽസും ഓൾമോസ്റ്റ് നല്ല ഒരു മിനറൽസിൻ്റെ ഒരു കലവറയാണിത്. അയൺ നന്നായിട്ടുണ്ട്, സിങ്ക് ഉണ്ട്, സെലീനിയം ഇല്ല, പിന്നെ പൊട്ടാസ്യം, അങ്ങനെയുള്ളതെല്ലാം തന്നെ നന്നായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതാണ് ബെറീസ്. കിവി പിന്നെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലേ, എല്ലാവർക്കും അറിയാം. ഇത് നല്ല മലബന്ധത്തിന് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് കിവി. കാലറി വളരെ കുറവാണ്, അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് ഫൈബറും ഉണ്ട്, ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. വൈറ്റമിൻ എ, സി, ഇ, കെ, അങ്ങനെ വളരെയധികം ന്യൂട്രിയൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതും ഈ തൈറോക്സിൻ ഫോർമേഷനെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്, ഒരു പഴവർഗ്ഗം തന്നെയാണ്. പ്രധാനമായിട്ട് മറ്റൊന്ന് അവക്കാഡോ അറിയാമല്ലോ, ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കൊരു വലിയൊരു വിത്തിരിപ്പുണ്ട്, ഇതിങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക്, അവക്കാഡോയും വളരെ പ്രയാസപ്പെട്ട ഒരു റെയർ ഫ്രൂട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഉഗ്രൻ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. കാരണം ഇതിനകത്ത് കലോറിയേക്കാൾ കൂടുതൽ ഫാറ്റാണ്, കൊഴുപ്പ്, നല്ല കൊഴുപ്പാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ഹാർട്ട് ഡിസോർഡേഴ്സിന് ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം അവക്കാഡോയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ഗുണങ്ങളുണ്ട്. ബോണിന് നല്ലതാണ്, നമ്മുടെ തലച്ചോറിന് നല്ലതാണ്, അതുപോലെ തന്നെ ഷുഗർ കുറയ്ക്കാൻ, BP കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ എന്ന് വേണ്ട ശരീരത്തിൽ മൊത്തം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പിന്നെ ഇത് ഭയങ്കര ഫില്ലിംഗ് ആണ്, കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പേ വരില്ല. അപ്പം ഞാനിത് 2-3 വാങ്ങി, ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വയറങ്ങ് നല്ല ഫുള്ളായി. അതുപോലെ നല്ല രുചിയാണ്. ഞാൻ ഒരു അവക്കാഡോയുടെ ഒരു നല്ല ഡ്രിങ്ക് നിങ്ങൾക്ക് വേണ്ടി അടുത്ത പ്രാവശ്യം തയ്യാറാക്കുന്നതായിരിക്കും. നല്ല അടിപൊളി ഒരു സ്മൂത്തി. എന്നോട് പല പ്രേക്ഷകരും പറഞ്ഞാണ് നല്ല സ്മൂത്തി തയ്യാറാക്കണം മാഡം എന്ന്. ഭയങ്കര രുചിയാണ്. പിന്നെ ഇതിന് വലിയ മധുരമില്ല. അപ്പോൾ അതിന് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ഉപ്പ്, സോൾട്ടില്ലേ, ലേശം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രുചിയാവും, നല്ല മധുരം നന്നായിട്ട് എൻഹാൻസ് ചെയ്യും ലേശം ഇൻ ദ പ്രസൻസ് ഓഫ് സോൾട്ട്. അപ്പോൾ അങ്ങനെ ഇത് നമുക്ക് നല്ല രുചികരമായിട്ട് ഇത് കഴിക്കാം. അത് ചുമ്മാ നമുക്ക് സാലഡിനകത്തോടൊക്കെ മിക്സ് ചെയ്യാം. സ്മൂത്തി തന്നെ വേണമെന്നില്ല, സാലഡ് മിക്സിങ്. പിന്നെ ചുമ്മാതെ ഇതുപോലെ തന്നെ സ്കൂപ്പ് ഔട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.
അപ്പോൾ ഈ വൈറ്റമിൻ എ, ഡി, ഇ, കെ ഇങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെ കലവറയാണ് ഇതിനകത്ത്. അത് പറയാൻ നമുക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് ഉഗ്രനാണ്. കഴിക്കുമ്പോൾ ഈ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ബട്ടർ പോലെ ഇരിക്കും. കഴിക്കുമ്പോൾ സ്മൂത്തായിട്ട് നമ്മളിങ്ങനെ വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു ബട്ടർ ഫ്രൂട്ടിന്, അതായത് അവക്കാഡോയ്ക്ക്. അടുത്തത് ഏറ്റവും തൈറോക്സിനെ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവമാണ് തേങ്ങ. തേങ്ങയ്ക്കകത്തിരിക്കുന്ന ഏറ്റവും പ്രധാന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്, അത് വളരെ സഹായിക്കുന്നതാണ് തൈറോക്സിൻ ഫോർമേഷന്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓൾമോസ്റ്റ് വളരെയധികം എന്താ പറയുക ഫങ്ഷൻസിന് ഏറ്റവും പ്രധാനമാണ് നല്ല മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്. അത് ഈസിലി ഡൈജസ്റ്റ് ചെയ്യുകയും നമ്മുടെ ലിവറിൽ പോയിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് നല്ല 24 hour എനർജി കിട്ടാൻ ഏറ്റവും പറ്റിയ ഒരു സാധനമാണ് തേങ്ങ. തേങ്ങയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പം ഈ പറഞ്ഞ തേങ്ങയിൽ നിന്നെടുക്കുന്ന വെളിച്ചെണ്ണയേക്കാൾ ഏറ്റവും നല്ലതാണ് തേങ്ങ തന്നെ. ഇപ്പോൾ ഞാനെപ്പോഴും വെർജിൻ കോക്കനട്ട് ഓയിൽ പറയത്തില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ലത്. അത് തേങ്ങാപ്പാലിൽ നിന്ന് അരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഫിൽറ്റർ ഔട്ട് ചെയ്തെടുക്കുന്ന അതിൻ്റെ എക്സ്ട്രാക്റ്റാണ്, അതിൻ്റെ മെഡിസിനാണ് ഈ തേങ്ങയ്ക്കകത്തിരിക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിലിന് നല്ല വിലയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നല്ല പച്ച തേങ്ങ, ഒത്തിരി ഉണങ്ങിയതല്ല, പച്ച തേങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് തിരുമിയെടുത്ത് തേങ്ങാപ്പീര കറികളെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പയറ് പുഴുങ്ങി കഴിക്കുക, അതുപോലെ പുട്ട് പുഴുങ്ങി കഴിക്കുക, അത് എടുത്ത് അതിനോടൊപ്പം ചേർത്ത് കഴിക്കണം. ചമ്മന്തി അരച്ച് കഴിക്കുക. അതുപോലെ അവിയലോ തോരനോ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേ ഇടാവുള്ളൂ, അവസാനമേ ഇടാവുള്ളൂ. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ ശരിക്കും പറയും ഇതൊരു സാച്ചുറേറ്റഡ് ഫാറ്റായി മാറും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും തേങ്ങ നിങ്ങൾ ഒത്തിരി വറുത്തരച്ച് കറി വെച്ച് കഴിക്കാതെ ചുമ്മാതെ നമ്മൾ ഇതുപോലെയുള്ള കറികളിൽ ചേർത്ത് അവിയൽ തോരൻ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പുറത്തിട്ടിട്ട്, അല്ലാതെ ഒത്തിരി നേരം ഇട്ട് ചൂടാക്കരുത് എല്ലാം. അപ്പോൾ അതുപോലെ മറ്റുള്ള ഭക്ഷണം കഴിച്ചാലും അതിനോടൊപ്പം ചുമ്മാതെ കുറച്ച് തേങ്ങ കഴിച്ചാലും മതി. 100 ഗ്രാം തേങ്ങ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. നമുക്ക് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ശരീരത്തിൽ കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. 100 ഗ്രാം പച്ചത്തേങ്ങ കഴിക്കാൻ നോക്കുക. പിന്നെ ഈ കൂടുതൽ അമിതവണ്ണമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് 100 ഗ്രാം പച്ചത്തേങ്ങയ്ക്കകത്ത് കുറേ കലോറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ആഹാരങ്ങളൊന്ന് ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ തേങ്ങയിലേക്ക് തിരിയാനെന്നുള്ള കാര്യം എനിക്ക് പറയാനുണ്ട്. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൂടുതൽ തേങ്ങ അതിൻ്റെ അകത്ത് കലോറി ഉണ്ട്. അതേസമയം വെർജിൻ കോക്കനട്ട് ഓയിലിനകത്ത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വരത്തില്ല, ഫാറ്റ് കണ്ടൻറ്റ് മാത്രം ഐസൊലേറ്റ് ചെയ്തല്ലേ എടുക്കുന്നത്. ഒരു എന്താ പറയുക DHA DHA അല്ലെങ്കിൽ മോണോസോഡിയം ലോറിക് ആസിഡാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മളുടെ മൈക്രോഫ്ലോറയുടെ ഭക്ഷണമാണെന്നുള്ള കാര്യവും നിങ്ങൾ ആലോചിക്കുക. അതാണ് തേങ്ങയുടെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. നമ്മളുടെ വയറിനകത്തുള്ള ആ മൈക്രോഫ്ലോറയ്ക്ക് ഒരു ഫുഡായിട്ടത് മാറിപ്പോവും, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് അവിടെ ചെന്നിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് തേങ്ങ. വളരെ ചെറിയൊരു തേങ്ങ, ഇതെങ്ങനെ തിരുമിയെടുക്കുമെന്നുള്ളതാണ്. ഇത് കട്ട് ചെയ്തിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയാണ് ഇതെടുക്കുന്നത്. അത്രയ്ക്ക് ചെറിയ തേങ്ങയായിപ്പോയി. ഇപ്പം തേങ്ങയൊക്കെ തന്നെ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. പഴയ തേങ്ങയൊന്നും ഇപ്പോൾ കിട്ടാറില്ല. പിന്നെ അടുത്തത് ആപ്പിളും അതുപോലെ തന്നെ തൈറോക്സിൻ ഫോർമേഷന് ഏറെ ആവശ്യമായ വളരെയധികം ആൻറ്റി ഓക്സിഡൻസിൻ്റെയും പോളിഫിനോൾസിൻ്റെയും ഫ്ലേവനോയിഡ്സിൻ്റെയും കലവറയാണ്. മാലിക് ആസിഡ്, ഇതിലൊരു റെയറായിട്ടുള്ളൊരു മാലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും ഇതിനകത്തുണ്ട്. ഫൈബർ വളരെ കൂടുതലുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻസും, വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെയും ഒക്കെ കലവറയാണ്. അപ്പോൾ തീർച്ചയായും ആപ്പിളും ഒക്കെ പിന്നെ എല്ലാവരും കഴിക്കുന്നതാണ്. നല്ലതൊക്കെ വാങ്ങി കഴിക്കാൻ നോക്കുക. പിന്നെ ഇതെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ മേടിച്ചതിനകത്തൊക്കെ കുറച്ചൊക്കെ പ്രിസർവേഷൻ വരും, പുറത്തൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ മേടിക്കുന്ന സമയത്ത് കുറച്ച് നല്ല ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, നമ്മൾ കൈ കഴുകുന്ന ഹാൻഡ് വാഷ്, അത് ലേശം ഒഴിച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇട്ട് വയ്ക്കരുത്. ലേശം വെള്ളത്തിലോട്ട് ഈ ലിക്വിഡ് സോപ്പ് ഒഴിക്കുക. ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പെട്ടെന്ന് നല്ലോണം പതപ്പിച്ച് റിൻസ് ചെയ്തെടുക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറേ പ്രാവശ്യം കഴുകിയെടുക്കുക.
അതാണ് ഏറ്റവും കെമിക്കൽ പോകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം അതാണ്. അതായത് ഒരു ഇൻട്രാക്ഷൻ വരും, ഈ കെമിക്കലും ഈ സോപ്പും കൂടെ ഉള്ളൊരു ഇൻട്രാക്ഷനിൽ ഇത് ന്യൂട്രലൈസ് ചെയ്ത് അത് വെള്ളത്തിൽ അലിഞ്ഞു പോകും. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പും സാധാരണ ഞാൻ നേരത്തെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വിനാഗിരി, അതുപോലെ തന്നെ വാളംപുളി, അതുപോലെ ഉള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ളൊരു വെജിറ്റബിൾ ക്ലീനിങ്ങിന്. പക്ഷേ അതിൽ ഈ കെമിക്കൽ ഇൻട്രാക്ഷൻ വരുത്തില്ല. അതുകൊണ്ട് തന്നെയും അതിൻ്റെ നന്നായിട്ട് പൂർണ്ണമായിട്ട് ഈ കെമിക്കൽസ് ഇറങ്ങിപ്പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോച്ച് പറഞ്ഞത്. ഇത് വളരെ എഫക്റ്റീവാണ്. ഇത് മരിച്ചുപോയ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അദ്ദേഹം വലിയ ബയോകെമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു സ്പീച്ചിൽ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ അത് വളരെ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വെരി എഫക്റ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ്റുന്ന പോലൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മിനറൽ എന്ന് പറയുന്ന അയഡിൻ തന്നെയാണ്. ആ അയഡിൻ നമ്മൾ കൊടുക്കുക. അതോടൊപ്പം സിങ്ക്, സെലീനിയം അറിയാമല്ലോ, അയൺ, അയഡിൻ, അതുപോലെ കോപ്പർ, ഇവയെല്ലാം തന്നെയും തൈറോക്സിൻ ഫോർമേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഈ ഫ്രൂട്ട്സിനെ ഞാൻ പറഞ്ഞു. നട്ട്സിനകത്തൊക്കെ ഉണ്ട്. നട്ട്സിൽ നമ്മൾ ബ്രസീൽ നട്ട്സ് എന്നൊക്കെ പറയില്ല, അതിനകത്ത് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബദാമിനകത്ത്, കാഷ്യൂ നട്ടിൽ ഒക്കെ തന്നെയും റെയർ ന്യൂട്രിയൻസ്, അതുപോലെ മിനറൽസും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ചെറിയ തോതിൽ കഴിക്കുക. ഇപ്പോൾ അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നം പറയുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം കപ്പലണ്ടി. കുറച്ച് കപ്പലണ്ടി ദിവസവും കഴിക്കാൻ നോക്കുക. അത് വാരികം കഴിക്കരുത്. പിന്നെ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി കപ്പലണ്ടി മേടിക്കണം. അല്ലെങ്കിൽ അതിനകത്ത് അഫ്ലാടോക്സിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇരിപ്പുണ്ട്. അത് നമ്മളുടെ ലിവറിന് പ്രശ്നം ഉണ്ടാവും. ലിവറിന് കുഴപ്പക്കാരനാണ് അഫ്ലാടോക്സിൻ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഒതുക്കി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ സൂക്ഷിക്കണം. കഴിക്കുന്ന സമയത്ത് കയ്പ്പ് വരും ഈ അഫ്ലാടോക്സിൻ ഉള്ളതിന്. അതുപോലെ ഈ ബദാമിലും ഉണ്ട്. അപ്പോൾ ഇവയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പം പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ബി ഹാപ്പി, ബി പോസിറ്റീവ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.